എല്ലാം തീർത്തു. പെൻഷൻ 1600 ഉയർത്തി. ഈ സമീപകാലത്ത് ഒരു 5-6 മാസങ്ങളിലായി കൊടുക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് കിട്ടേണ്ടത് തന്നെയാണ്. ഈ പാവപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ ഇതിന് മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട്. ചില കുടുംബങ്ങളിൽ 1, 2, 2-ൽ കൂടുതലോ ആളുകൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. അവരാണ് മുഖ്യമായ ഈ വരുമാനത്തെ ഉപയോഗിച്ച് ജീവിക്കുന്നത്, കുടുംബം വളർത്തുന്നത്. എത്ര സാങ്കേതിക പ്രശ്നം പറഞ്ഞാലും ആ കുടുംബങ്ങൾക്ക് കിട്ടേണ്ടുന്ന, ഈ പെൻഷൻകാർക്ക് കിട്ടേണ്ടുന്ന തുക അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് തടസ്സപ്പെടുന്നതിന്റെ എത്ര സാങ്കേതിക പ്രശ്നങ്ങൾ അവരുടെ മുന്നിൽ വിശദീകരിച്ചാലും അവർക്കത് ബോധ്യാവില്ല. അവരുടെ കാശ് അവരുടെ കയ്യിൽ കിട്ടണം. കാശ് അവരുടെ കയ്യിൽ കിട്ടിയെങ്കിലാണ് അവർക്ക് റേഷൻ ഷോപ്പിൽ വന്ന് സാധനങ്ങൾ വാങ്ങി പോകാൻ കഴിയുള്ളൂ. എല്ലാവരും AY കാർഡുള്ളവരല്ലല്ലോ. ബാക്കിയുള്ള ആളുകളെല്ലാം വ്യത്യസ്ത നിറത്തിൽ കാർഡുകൾ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഇതൊരു വസ്തുതയാണ്. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ചില പരിഷ്കരണങ്ങളിലേക്ക് വരാൻ പോവുകയാണല്ലോ. ഈ FCI ഗോഡൌണുകളിൽ നിന്ന് അവർ കയറ്റുന്ന സാധനങ്ങൾ നേരിട്ട് കടകളിൽ എത്തിക്കണം എന്ന നിലപാടിലേക്കാണ് വരാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങളെ പോലെ തന്നെ ജോലി ചെയ്യുന്ന ഒരു വിഭാഗം ഇതിനകത്തുണ്ട് വേറെ. അത് ചുമട്ടുതൊഴിലാളികളാണ്. NFSA ഗോഡൌണുകളിൽ ജോലി ചെയ്യുന്ന ചുമട്ടുതൊഴിലാളികൾ. അവരുടെ കൂലി പരിഷ്കരണം നടപ്പിലായിട്ടില്ല. അവരുടെ കൂലി പരിഷ്കരണം നടപ്പിലാക്കുന്നതിന്റെ ആവശ്യം അവർ ഉയർത്തി നിൽക്കുകയാണ്. ഇത് അവിടെ ഈ കൂലി കൊടുക്കുമ്പോൾ കരാറുകാരല്ല കൂലി കൊടുക്കുന്നത്, കരാറുകാരാണ് കൂലി കൊടുക്കുക. പക്ഷെ ആ കൂലി FCI നൽകണം, അല്ല ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കൊടുക്കണം. എത്രയാണോ കൂലി കൊടുക്കേണ്ടത് അത് ഈ കോർപ്പറേഷൻ വഴി കൊടുക്കുക എന്നുള്ളതാണ് ധാരണ. ഇങ്ങനെ വന്നാൽ എങ്ങനെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും? ഗവൺമെന്റിന് വരുമാനം വേണം. നിങ്ങൾ ഉന്നയിക്കുന്ന പല പ്രശ്നങ്ങളും ഗവൺമെന്റിന്റെ വരുമാനത്തിന്റെ ഭാഗമായി പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളാണ്. ഇല്ലാത്ത പ്രശ്നങ്ങൾക്ക് എന്താ വിഷയം എന്നുള്ളത് അതൊക്കെ നമുക്ക് പരിശോധിച്ച് പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് ശക്തമായിട്ട് ഇടപെടാം. പക്ഷെ ഈ സാമ്പത്തിക ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള വഴിയെന്ത്? എല്ലാം കേന്ദ്രത്തിന്റെ ഈ നിലപാടിനനുസരിച്ച് വിധേയമാവുക എന്നുള്ളതല്ല സംസ്ഥാന ഗവൺമെന്റ് നിലപാട്. എല്ലാ പ്രതിസന്ധിക്ക് നടുവിലും സംസ്ഥാന ഗവൺമെന്റ് ഒരു കാര്യം പ്രഖ്യാപിച്ചില്ലേ? ഇന്ന് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ, തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൂലിയും മറ്റാനുകൂല്യങ്ങളും കേന്ദ്ര നിയമത്തിന്റെ ഭാഗമായി ഒരു കാരണവശാലും ഇത് തടയില്ല. ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്നതെല്ലാം കേരളത്തിൽ സംരക്ഷിക്കപ്പെടും. ഇത് ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട. റേഷൻ കാർഡ് ഉടമകൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഗവൺമെന്റ് പരിഹാരമുണ്ടാക്കും. അത് തന്നെയാണ് ഗവൺമെന്റിന്റെ നിലപാട്. നിങ്ങൾക്കത് ബോധ്യമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആനുകൂല്യങ്ങൾ കിട്ടിത്തുടങ്ങണം, അല്ലാതെ നിങ്ങൾക്ക് ബോധ്യമാവില്ല. എത്ര വിശദീകരണം പറഞ്ഞു കഴിഞ്ഞാലും എത്ര ചർച്ചയിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാലും നമുക്ക് ലഭിക്കേണ്ടത് നമ്മുടെ കയ്യിൽ വരാതെ നമുക്ക് ബോധ്യമാവില്ല. അതാണ് നമ്മുടെ ഒരു രീതി, ജീവിതത്തിന്റെ ഒരു അനുഭവങ്ങളും രീതിയും അതാണ്. അതുകൊണ്ട് വേവലാതിപ്പെടേണ്ടെന്ന് ആവശ്യമില്ല. പക്ഷെ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരങ്ങൾ നടത്തേണ്ടതായിട്ട് വരും. അത് നമ്മുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കുന്നതിനും അംഗീകരിക്കുന്നതിനും ആവശ്യമായ ഒരു ഘടകം തന്നെയാണ്. അത് ഉപേക്ഷിച്ചു പോകാൻ കഴിയില്ല. അപ്പോഴാണ് ഇതിന് വേഗത വർദ്ധിപ്പിക്കുക. ആ നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ്. ഞാനിത് അന്വേഷിച്ചു നോക്കി. ഇത് റേഷൻ ജനങ്ങളുടെ ജീവിതത്തിന്റെയും കൂടി ഒരു പ്രശ്നമല്ലേ ഈ അരിയൊക്കെ കിട്ടുക എന്ന് പറയുന്നത്. റേഷൻ ഷാപ്പ് കടകൾ അടച്ചിടുന്നതിന്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് അരിയും ഗോതമ്പോ മറ്റു സാധനങ്ങളോ ലഭിക്കാത്തൊരവസ്ഥ വരാൻ പാടില്ലല്ലോ. അക്കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം ഇപ്പോൾ കടകൾ അടയ്ക്കാൻ തീരുമാനിച്ച ഈ ദിവസങ്ങൾ
സാധാരണ നിലയിൽ വലിയ തോതിൽ തിരക്കില്ലാത്ത ദിവസങ്ങളാണ്. നിങ്ങൾ ബോധപൂർവം നിങ്ങൾ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു സമരം എന്നാണെങ്കിൽ ഏറ്റവും കൂടുതൽ കലക്ഷൻ റേഷൻ ഷാപ്പിൽ വരുന്ന ദിവസമല്ലേ നിങ്ങൾ ഈ സമരത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുക? നിങ്ങളത് തിരഞ്ഞെടുത്തിട്ടില്ല. നിങ്ങൾ ജനങ്ങളുടെ കാര്യങ്ങൾ കൂടി നിങ്ങൾ പരിഗണിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഈ സമരത്തിന്റെ ദിവസങ്ങൾ നിശ്ചയിക്കുന്ന കാര്യത്തിലും നിങ്ങൾ എടുത്തിട്ടുള്ള നിലപാട്. എല്ലാവരെയും ബുദ്ധിമുട്ടിച്ച് അരി കിട്ടാത്തൊരവസ്ഥ സൃഷ്ടിക്കണമെന്നൊന്നും നിങ്ങൾ കണക്കാക്കിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആരും ചിന്തിച്ചിട്ടുണ്ടോന്നൊന്നും എനിക്കറിയില്ല. ജനങ്ങൾക്ക് അരി കിട്ടുകയും ചെയ്യണം, നിങ്ങൾക്ക് സമരം ചെയ്യണം, ഈ ആവശ്യങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കി ചെയ്യണം. അങ്ങനെ ഒരു പൊതുബോധത്തിലാണ് നിങ്ങൾ ഈ സംഘടനകളെല്ലാം ഈ റേഷൻ കട ഉടമകളുടെ ഈ സമരത്തിന്റെ കാര്യത്തിൽ, കടകൾ അടച്ചിരുന്ന ഈ സമരത്തിന്റെ കാര്യത്തിൽ എടുത്തത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആ അർത്ഥത്തിൽ ഗവൺമെന്റും ഈ പ്രശ്നങ്ങൾ പരിഗണിക്കണം. ഇപ്പോ ചർച്ച ചെയ്ത് ധാരണയിൽ എത്തി എന്ന് ഗവൺമെന്റ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വരികയുണ്ടായി. അത് വായിച്ചപ്പോ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കി, അതവരെ നടപ്പിലാക്കിയാൽ മതിയല്ലോ. അപ്പോ അതല്ലേ ഇത് നടപ്പിൽ. ഇപ്പൊ ഇവിടെ ശ്രീ ജോണി നെല്ലൂർ ഇതിന്റെ പ്രശ്നങ്ങൾ വിശദീകരിച്ചു, സ്റ്റീഫൻ MLA ഈ കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചു. അപ്പം ചർച്ചയുടെ സ്വഭാവം എന്താണെന്നുള്ളത് അവരോട് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ പ്രശ്നം തീർന്നിട്ടില്ല. പ്രശ്നം തീർക്കണം. പ്രശ്നം തീർക്കുന്നതിന് വേണ്ടി ചർച്ചയിലൂടെ തന്നെ തീർക്കണം. ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെന്റ് നിലപാട്. ഗവൺമെന്റ് ഒരു ദുരഭിമാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കേണ്ട കാര്യമില്ല. കച്ചവട റേഷൻ കാർഡ് ഉടമകൾ, റേഷൻ ഷോപ്പ് ഉടമകൾ സമരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സമരത്തിന്റെ അടിസ്ഥാനമായി ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോഴും അവരുടെ മനസ്സിൽ തട്ടി നിൽക്കുകയാണ്. അത് സംഘടനാ നേതൃത്വവുമായി ചർച്ച നടത്തി തീരുമാനമെടുക്കുക എന്നത് തന്നെയാണ് ഗവൺമെന്റിന്റെ സമീപനം. ആ നിലയിൽ ഈ പ്രശ്നങ്ങൾക്ക് മുഖ്യ പരിഗണന നൽകി, ഇത് ജനങ്ങളുടെ ജീവിതത്തെ ആകെ ബാധിക്കുന്ന പ്രശ്നമാണ്, അവർക്ക് ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നമാണ്. കേന്ദ്രത്തിന്റെ നിലപാട് എത്ര പ്രതികൂലമായി വന്നു കഴിഞ്ഞാലും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ പൊതു നിലപാടിൽ നിന്നുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്കാകെ പരിഹാരമുണ്ടാക്കുന്ന സമീപനം സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കണം എന്ന് തന്നെയാണ് നിലപാട്. അതിന് എങ്ങനെയെല്ലാം സംസ്ഥാന ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയുമോ ആ ഉത്തരവാദിത്തങ്ങളെല്ലാം ഞങ്ങൾ കൂട്ടായി നിന്ന് നിർവഹിക്കുന്നതാണ് എന്നുള്ളതും ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഉറപ്പു നൽകാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പ്രശ്നങ്ങളെല്ലാം ഇവിടെ വിശദീകരിച്ച് ഞാൻ ആവർത്തിക്കേണ്ടുന്ന കാര്യമില്ല. ക്ഷേമനിധി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവണം. കഴിഞ്ഞ ദിവസം മുഹമ്മദ് അലി എന്ന ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ചു. കരയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നതെല്ലാം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഞാനത് കേൾക്കുകയും ചെയ്തിട്ടുണ്ട്.